ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ കേസെടുത്തു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘമാണ് കേസെടുത്തത്. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാകും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ അടക്കം 10 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളിലെയും ശ്രീകോവിലിന്റെ വാതിൽപ്പടിയിലെയും സ്വർണം കവർന്നതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ, മുൻ തിരുവാഭരണം കമ്മീഷണർമാരായ കെ എസ് ബൈജു, ആർ ജി രാധാകൃഷ്ണൻ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ ഡി സുധീഷ് കുമാർ, വി എസ് രാജേന്ദ്രപ്രസാദ്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ എസ് ശ്രീകുമാർ, കെ രാജേന്ദ്രൻ നായർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ എന്നിവരാണ് മറ്റ് പ്രതികൾ. കവർച്ച, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നിവ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന വകുപ്പും ചുമത്തും. 6 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അറസ്റ്റടക്കം തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.